നമസ്കാരം. നമ്മൾ മലയാളികൾ എന്തെങ്കിലും വാർത്തകൾ കേട്ട് പോയാൽ പോരാ. വാർത്തകളെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെ വീഡിയോയിലോ മറ്റോ അഭിപ്രായങ്ങൾ പറയുകയും കമന്റുകൾ എഴുതി ചെയ്യുകയും ചെയ്താൽ പോരാ. സമൂഹത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും മാറേണ്ടതുണ്ട്. അവർ കൃത്യമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നത് സംശയമില്ല. ആരെങ്കിലുമൊക്കെ അപകടപ്പെടുത്തി കൊന്നുകളഞ്ഞാൽ അതല്ലെങ്കിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാരണക്കാരായവർക്കെതിരെ പെട്ടെന്ന് ഒരു ജനവികാരം ഉണർന്നു വരുമ്പോൾ അതിനെ സമീപിക്കാൻ വേണ്ടി ഒരു കേസെടുക്കുകയും ഇപ്പോ ഞങ്ങളെ പ്രതിയെ ശിക്ഷിച്ചു കളയും, തൂക്കിക്കൊന്നുകളയും എന്നൊരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ വാർത്ത അണയുന്നത് വരെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോവുകയും അതിനുവേണ്ടി മാത്രം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല രണ്ട് ഉദാഹരണങ്ങളാണ്. ഒന്ന് സിദ്ധാർത്ഥന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, രണ്ട് ADM നവീൻ ബാബുവിന്റെ മരണവും. ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല. പക്ഷെ എങ്കിലും അവിടെ PP ദിവ്യ അടക്കം ഉള്ള വ്യക്തികൾ പ്രതികളാണ്, ഇപ്പൊ തൂക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ സർക്കാർ സംവിധാനങ്ങൾ പോയെങ്കിലും അവസാനം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. ആ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന വിധത്തിൽ കോടതിയിൽ നവീൻ ബാബുവിന്റെ തന്നെ വക്കീൽ മറുപടി പറഞ്ഞതോടെ CBI അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്തതോടെ അത് തീർന്നു. അത് അവസാനിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി എത്ര തന്നെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ആ കേസ് ഉണർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രണ്ടാമത്തെ മറ്റൊരു കേസാണ് സിദ്ധാർത്ഥന്റെ കേസ്. ഇത് പക്കാ കൊലപാതകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിദ്ധാർത്ഥ് വീട്ടിലേക്ക് പോയതാണ്. വീട്ടിലേക്ക് പോയ മനുഷ്യനെ തിരിച്ചു വിളിച്ച് ആ ചെറുപ്പക്കാരനെ തിരികെ കോളേജിലേക്ക് വിളിച്ച് 3 ദിവസം വളരെ ക്രൂരമായി പീഡിപ്പിച്ച് വസ്ത്രം പോലും ഇല്ലാതെ പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്നിട്ട് അതിന്റെ പ്രതികളായവർക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയാം. പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളത് അവര് ഒന്ന് സുരക്ഷിതരായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഷഹബാസിന്റെ കേസ് എന്ന് പറയുന്നത്. ഷഹബാസിനെ കൊല്ലുമെന്ന് ആദ്യം പറഞ്ഞതാണ്. അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ്, കൊന്നു കഴിഞ്ഞാൽ ഒന്നും വരാനില്ല, ഇത് ആൾക്കൂട്ടമായതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല എന്ന് നിയമപരമായി ഇന്നത്തെ നിയമത്തിന്റെ ന്യൂനതകളെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ അവർ സംസാരിച്ചതാണ്. അങ്ങനെ തന്നെ വന്നു. അത് തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് നാളിതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ കുറ്റം ചെയ്യുന്നവർ അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് മുദ്രയടിക്കപ്പെടുന്നവർക്ക് നേരെ കൃത്യമായി അന്വേഷണം നടക്കുകയോ അവര് ശിക്ഷാ നടപടികൾ അവർക്കെതിരെ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. എങ്ങനെ? അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പദവികൾ അവർ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ, ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഈ കഴിഞ്ഞ കുറെ കാലമായി ഏത് കേസുകൾ എടുത്തു നോക്കിയാലും അതിലെ ഫലപ്രദമായ ഒരു അന്വേഷണമോ തുടക്കത്തിൽ കുറെ ആവേശം ജനങ്ങളുടെ ചൂട് തണുപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം പോവുകയോ അത് കേസിൽ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. ഒരുപാട് കേസുകൾ എടുക്കാം ഇങ്ങോട്ട്. അവസാനം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർ പുറത്തേക്ക് ഇറങ്ങി കൂളായിട്ട് പോരുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പറവൂരിലെ ആ യുവതിയുടെ ആത്മഹത്യ നടക്കുന്നത്. ഈ ആത്മഹത്യ നടക്കുന്നതിന്റെ തലേ ദിവസം കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലപ്പെടണം. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ ആ നഷ്ടപ്പെട്ട ജീവന് വേണ്ടി പണിയെടുക്കൂ, അല്ലെങ്കിൽ അവരുടെ ജീവിതം സംരക്ഷിക്കാൻ ശ്രമിക്കൂ, കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കൂ എന്ന നിലയിലേക്ക് നമ്മുടെ നീതി നിർവഹണ സംവിധാനം അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ, ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങൾ പ്രതികരിച്ചേ പറ്റൂ. മിണ്ടാതെ വായപത്തി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ അഭിപ്രായങ്ങൾ എഴുതുക. ഒപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളുണ്ടോ അവിടെയൊക്കെ സംസാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമ്പുകളിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലയിലൊക്കെ സംസാരിക്കുക. നിങ്ങളുടെ നേതാക്കളോട് കാര്യങ്ങൾ പറയുക. അതായത് കേരളത്തിൽ നമ്മൾ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾ സംസാരിക്കുന്നു, ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാണ്, ഇനി കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ നേതാക്കന്മാർ, അത് ആര് തന്നെ ആയാലും ഏത് പാർട്ടിക്കാരായാലും, അവരിളകും. പിന്നീട് അവർക്കത് അതിനനുസരിച്ച് നിർദ്ദേശം കൊടുക്കുകയും നീതി നിർവഹണം കൃത്യമായി നടക്കുകയും ചെയ്യും. അല്ലാതെ രക്ഷയില്ല. കാര്യം എന്ത് വന്നാലും എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് പറവൂരിലെ കേസ് തന്നെ എടുക്കാം. പറവൂരിൽ ആ പാവം സ്ത്രീ, അവർ മരണപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഭീഷണിയുണ്ട്, വീട്ടിൽ വന്ന് തെറി വിളിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിട്ടയർഡ് പോലീസുകാരനെ ഭാര്യയ്ക്കുമെതിരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് അത് ഒരു സിവിൽ കേസായി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട്. പോലീസുകാരെ നമുക്ക് പൂർണ്ണമായും ആ കാര്യത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ പോലീസിന്റെ ഒരു അനാസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്.
ഞാനൊരു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സാമ്പത്തികമായി ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്. ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ പണം കൊടുത്തു, അയാൾ അത് ചെയ്തു കൊടുത്തില്ല. ഇത് സംബന്ധിച്ച് പോയപ്പോൾ അവർ സിവിൽ കേസായി മാറ്റി, നിങ്ങൾ സിവിൽ കോടതിയിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന രീതിക്കാണ് വന്നത്. സത്യത്തിൽ അവിടെ ഒരു ചീറ്റിംഗ് ഉണ്ട്, ഒരു ചീറ്റിംഗ് നടക്കുന്നുണ്ട്, ഒരു വഞ്ചന, ഒരു വിശ്വാസ വഞ്ചന അവിടെ നടക്കുന്നു, ഒരു വഞ്ചന കേസുണ്ട് അവിടെ. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ എടുക്കാൻ കഴിയണം. എല്ലാ കേസുകളും, എല്ലാ പണക്കേസുകളും, ചെക്ക് കേസുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കേസുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സിവിൽ കേസായിട്ട് വിടാം. ഇവിടെ ഒരു ക്രൈം നടക്കാൻ സാധ്യതയുള്ള കേസുകൾ അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ച് അങ്ങനെയുള്ള കേസുകളൊക്കെ ക്രൈമാക്കി കണക്ക് കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ കേസ് എടുക്കാൻ സമ്മതിക്കണം. ഇത് ഏതാണ് സിവിൽ കേസ്, ഏതാണ് ക്രിമിനൽ കേസ് എന്നതിനെ കുറിച്ച് പോലീസുകാർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. അതൊരു അപകടമാണ്. പോലീസിന് കൃത്യമായ നടപടി എടുക്കാൻ ചില സന്ദർഭങ്ങളിൽ പറ്റാത്തതും അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഈ യുവതിയുടെ, പറവൂരത്തെ യുവതിയെ സംബന്ധിച്ചിടത്തോളം അതല്ല കാരണം. പറവൂരത്തെ യുവതി താൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ സ്റ്റേഷനിൽ നിന്ന് അവർ സംസാരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് അവിടെ കരയാണ്. കാര്യം എനിക്ക് പറയാൻ നിവൃത്തിയില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട് പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ. അവിടെ ഇട്ടും ഈ പറയുന്ന പോലീസുകാരനും പെണ്ണുങ്ങളും ഈ പറഞ്ഞ ഈ ലേഡിയെ, ആ സ്ത്രീയെ തെറി വിളിക്കുന്നതും ചൂടാവുന്നതും കണ്ടു. അതിനുശേഷം അന്ന് രാത്രിയിൽ യുവതിയുടെ വീട്ടുമുറ്റത്ത് അവിടെ വന്ന് അവരെ ആക്രോശിച്ച് ചെമ്പിളി നായിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പോലീസിൽ പരാതി കൊടുത്താലും ഒന്നും സംഭവിക്കാനില്ല എന്ന പ്രതികളുടെ ധാർഷ്ട്യം. ഇത് സത്യത്തിൽ ഒരു വലിയ ക്രൈമാണ്. ഒരാളുടെ വീട്ടിൽ വാതിൽക്കൽ നിന്ന് തെറി വിളിക്കുക, അവരെ ആക്ഷേപിക്കുക, ചൂടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭവനഭേദനത്തിനോ അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിനോ വധശ്രമത്തിനോ ഒക്കെ കേസെടുത്തുകൊണ്ട് ഒരു നടപടി ആ പോലീസുകാരന്റെയും ആ സ്ത്രീയുടെയും പേരിൽ എടുത്തിരുന്നുവെങ്കിൽ ഈ യുവതി ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ പോലീസ് കൃത്യമായ നടപടി എടുത്തില്ല. പറവൂരിലെ യുവതിയുടെ മരണത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസ് ഈ പറഞ്ഞ റിട്ടയർഡ് പോലീസുകാരനും ഭാര്യയും ഒളിവില്ലെന്ന് പറയുന്നു. ഇപ്പൊ അതിന്റെ മകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരി, പക്ഷെ അപ്പോഴും പ്രതിസ്ഥാനത്ത് പോലീസും ഉണ്ട്. പോലീസ് കൃത്യമായി അവിടെ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇവരെ ഭീഷണിപ്പെടുത്തിയതിനും മറ്റു കാര്യങ്ങൾക്കും, സാമ്പത്തികം വേറെ നിൽക്കട്ടെ, സാമ്പത്തികത്തിന്റെ കാര്യങ്ങൾ അവർ സിവിലിൽ പൊയ്ക്കോട്ടെ. ഇവർ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നുണ്ട്, അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ കാലാവധി കുറച്ച് കഴിയുമ്പോൾ പലിശ കൂടി വരുമല്ലോ. പലിശയ്ക്കും പലിശേന്റെ പലിശ ഉണ്ടാവും. അങ്ങനെയാണ്, എത്ര കിട്ടിയാലും തികയില്ല ചിലർക്ക്. ആ ഇടപാടുകളും അതിന്റെ കാര്യങ്ങളും സിവിലായി തന്നെ പോട്ടെ. പക്ഷെ അതിന്റെ ഭാഗമായിട്ടോ ഏതിന്റെ ഭാഗമായിട്ടോ ഈ യുവതിയുടെ വീട്ടുവാതികളിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തിയല്ലോ, അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയല്ലോ, ശരിയാക്കി കളയുന്നു, വധഭീഷണി വരെ മുടക്കിയല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കെതിരെ വധഭീഷണി മുടക്കിയതിനും മറ്റും ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് നടപടി പോലീസ് എടുത്തിരുന്നുവെങ്കിൽ, യഥാസമയം എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ യുവതി ഉണ്ടായേനെ. അങ്ങനെ ഒരു നീതി കിട്ടാൻ, ഒരു നിയമം അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. പക്ഷെ അവർക്കത് ലഭ്യമായില്ല. അതിനർത്ഥം എന്താണ്? റിട്ടയർഡ് പോലീസുകാരനായാലും പണക്കാരനായാലും അവർക്ക് അവിടെ സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ്. ഇതിന് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവർ ആത്മഹത്യ ചെയ്തത് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കും. അതാണ് ഉണ്ടാകുക. നമ്മൾ KSRTC ഡ്രൈവർ യദുവിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം യദു കൊടുത്ത കേസിലെ കുറ്റപത്രം സമർപ്പിച്ച് നമ്മൾ കണ്ടു. മേയറെയും MLA യും ബാക്കി 2 പേരെയും പ്രതിസ്ഥാനത്ത് ഒഴിവാക്കിയിട്ട് മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട്, അതും നിലനിൽക്കില്ല. കാരണം വാഹനം വിലങ്ങിട്ട് നിർത്തി എന്നുള്ള ചെറിയൊരു പെറ്റിക്കേസായിട്ട് ഒരു ചെറിയൊരു ഫൈൻ അടച്ചിട്ട് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിൽ ആ കേസ് വെച്ചിട്ടുള്ളത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ആ കേസ് ഇല്ലാതായി. പിന്നെ യദുവിന്റെ മേലുള്ള കേസാണ് പിന്നെ നടക്കാൻ പോകുന്നത്. യദുവിന് ചിലപ്പോൾ ഒരു തൂക്കിക്കൊല്ലുമായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പോലീസ് നിർവഹണം ഇപ്പൊ നടക്കുന്നത്. പക്ഷേ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ പോലീസ് ഇത് എടുപിടി. ഇപ്പം ഈ യുവതിന്റെ കാര്യത്തിൽ, ഈ പറവൂരത്തെ യുവതിന്റെ കാര്യത്തിൽ പോലീസ് ഭയങ്കര നടപടിയാണ് എടുക്കുന്നത്. ശീഘ്രമാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു 10-1 ഈ നടപടികൾ യുവതി ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവരുടെ മാനസിക സംഘർഷം മനസ്സിലാക്കിക്കൊണ്ട് അവർ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ യുവതി ജീവനോട് ഉണ്ടായേനെ. പക്ഷെ അത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ കേസും ഒന്നുമല്ലാതായി തീരും. ആ യുവതി പോയവർക്ക് പോയി, അതിന്റെ വീട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും പോയി. ഈ പോലീസുകാരനും അവരും ഈസി ആയിട്ട് പുറത്തിറങ്ങിയിട്ട് വീണ്ടും വട്ടിപ്പലിശ കൊടുത്ത് ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ ഈ അന്വേഷണമൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നേരത്തെ നടന്ന മറ്റ് ഇതിനേക്കാൾ വലിയ കേസുകളുടെയും മറ്റും അന്വേഷണത്തിന്റെയും അതിന്റെ നടപടികളെയും ഒക്കെ അടിസ്ഥാനത്തിൽ. Different angles, Nala Mind. Don't forget to subscribe and support this channel.